ഒരു മൂല്യവർദ്ധിതോൽപ്പന്നമാക്കിയിട്ട് മാറ്റണം. അങ്ങനെയാണ് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ, പഞ്ചസാര ഫാക്ടറി, പിന്നെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റും വരുന്നത്. 74ലാണ് ഈ പ്ലാന്റ് വരുന്നത്. 96 കൂട്ടി എന്ന് പറഞ്ഞാൽ പോരാ, ചാരായ നിരോധനത്തിന്റെ രക്തസാക്ഷിയാണ് ഈ സ്ഥാപനം എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെ നേരിട്ട് പറയണം. പരാജയപ്പെട്ട ചാരായ നിരോധനത്തിന്റെ രക്തസാക്ഷിയാണ്. അതിന്റെ ബാക്കി പത്രം എന്ന് പറഞ്ഞാൽ അന്ന് 500 തൊഴിലാളികളെ പെരുവഴിയിലാക്കി എന്നതാണ് ഇവിടുത്തെ കാര്യം മാത്രം. ഞാൻ ഈ പ്ലാന്റിന്റെ കാര്യം പറഞ്ഞത്, ഈ സ്ഥാപനത്തിന്റെ കാര്യം പറഞ്ഞത്. 2007 VS മലമ്പുഴയിൽ MLA-യും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി വന്നപ്പോൾ ഇത് വീണ്ടും തുറക്കാനുള്ള തീരുമാനമായി. ബാക്കി ചരിത്രത്തിൽ ഇവിടെ MD അതിന്റെ റിപ്പോർട്ട് പറഞ്ഞു. 2009 MDL രൂപീകരിച്ചു. 2022ലാണ് IMF ലൈസൻസ് നേടുന്നത്, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറിന്റെ ലൈസൻസ് നേടുന്നത്. പലതരത്തിലുള്ള കടമ്പകൾ, തടസ്സങ്ങൾ, വൈതരണികൾ ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്ന് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ടെക്നിക്കൽ കമ്മിറ്റി കൂടുന്നതിൽ ഒരുപാട് കാലതാമസമുണ്ടായി. ടെക്നിക്കൽ കമ്മിറ്റി ജൂലൈയിൽ അനുമതി കൊടുത്തു. ഒക്ടോബറിലാണ് നമുക്ക് നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞത്. ജൂലൈയിൽ തന്നെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയെങ്കിലും ഫലത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞത് ഒക്ടോബറിലാണ്. 4.5 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി. ഇന്ന് 300ഓളം പേർക്ക് നേരിട്ടും പരോക്ഷമായിട്ടും തൊഴിൽ കിട്ടുന്ന ഈ പ്രദേശത്തിന്റെ ആകെ വികസനത്തിന് സഹായകരമാകുന്ന ഒരു വ്യവസായ സ്ഥാപനത്തിന് പുനർജന്മമുണ്ടായിരിക്കുന്നു എന്നതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. പുനർജന്മമുണ്ടായിരിക്കുന്നു. പൂട്ടുക എളുപ്പമാണ്, പൂട്ടിക്കലും എളുപ്പമാണ്. തുറക്കുക, ആരംഭിക്കുക എന്നുള്ളത് എളുപ്പമല്ല. സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് നമുക്ക് സമയബന്ധിതമായി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് ഫലപ്രദമായ നേതൃത്വം കൊടുത്ത എക്സൈസ് കമ്മീഷണറും ബെവ്കോ ചെയർമാനുമായ ശ്രീ ADGP അജിത് കുമാറിന്റെയും ബെവ്കോ MD ഈ പ്രവർത്തനങ്ങൾക്കാകെ ഫലപ്രദമായിട്ടുള്ള ഏകോപനം, സമയബന്ധിതമായി സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അതനുസരിച്ച് പ്രവർത്തിച്ച് ഇതിനെ യാഥാർത്ഥ്യമാക്കാൻ നേതൃത്വം കൊടുത്ത MD ഹർഷിത അട്ടല്ലൂരി IPS-നെയും അവരുടെ നേതൃത്വത്തിലുള്ള ടീമിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യം ഇവിടെ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. മദ്യം എന്നത് ഒരു വ്യവസായമാണ്. അങ്ങനെയാണ് ഗവൺമെന്റിനെ കാണുന്നത്. ആ നിലയ്ക്കാണ് മദ്യനയത്തിൽ പരിഷ്കാരം വരുത്താൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത്. ഈ ഗവൺമെന്റിന്റെ എല്ലാ കാര്യവും എന്നതുപോലെ മദ്യനയവും സുതാര്യമാണ്. കാര്യങ്ങൾ നേരെ ചൊവ്വെ പറയും, ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. അതിൽ ഒളിച്ചുകളിയില്ല. ഒന്ന് രഹസ്യമായിട്ട് പറയുക, പരസ്യമായിട്ട് വേറൊരു നിലപാട് അതില്ല. നയം കൃത്യമായിട്ട് ക്യാബിനറ്റ് അംഗീകരിച്ച നയം ജനങ്ങളുടെ മുമ്പിലുണ്ട്. അത് പബ്ലിക് ഡോക്യുമെന്റാണ്, പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. ആ നയത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. 5-6 മാസം മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ചോദ്യം എന്താണ് സർക്കാരിന്റെ ഡിസ്റ്റിലറി പ്രവർത്തനം ആരംഭിക്കാത്തത് എന്നായിരുന്നു. MDL ആരംഭിക്കുമെന്ന് ഈ സർക്കാർ പറഞ്ഞിരുന്നല്ലോ, എന്താണ് ആരംഭിക്കാത്തത്?